ഇന്നൊരു യാത്രാ വ്ളോഗാണേ അമ്മാസ് രുചികളിൽ കാണിക്കുന്നത്. നമ്മൾ മട്ടാഞ്ചേരിയിലേക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് പോയ ഒരു വീഡിയോ. രാത്രിയിലാണ് യാത്ര തിരിച്ചത്. മറൈൻ ഡ്രൈവിൽ നിന്ന് ഊബർ എടുത്താണ് നമ്മൾ യാത്ര. 270 രൂപയായി കേട്ടോ ഊബറിന്. അങ്ങനെയാണ് നമ്മൾ പോയത്. പാലങ്ങളെല്ലാം കയറി ഒരുപാട് പാലങ്ങളുണ്ട്, അറിയാമല്ലോ അല്ലേ, ഫോർട്ട് കൊച്ചിയിലോട്ടുള്ള യാത്ര. അങ്ങനെ നമ്മൾ ഒരു സ്റ്റേ എടുത്തിരുന്നു. എന്നിട്ട് നമ്മൾ അവിടുന്ന് രാവിലെ ബീച്ചിൽ പോയി. പക്ഷേ ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയില്ല, മഴ കാരണം. കടൽ ശോഭിച്ചിരിക്കുന്നതുകൊണ്ട് സെക്യൂരിറ്റി ഗാർഡ്സ് ഒന്നും ഇറക്കിയില്ല. നമ്മളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കാശി ആർട്ട് കഫേ എന്ന് പറഞ്ഞിട്ട്. ഒരു ഭയങ്കര വൈബാണ് കേട്ടോ. അകത്തൊക്കെ ഭയങ്കര രസമാണ്. ഉള്ളിലൊക്കെ പ്രത്യേക രീതിയിലാണ് സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഭയങ്കര രസമാണ്. ഫുഡും മറ്റേ എന്താ പറയുക, കുറച്ച് വേഗൻ ഫുഡൊക്കെയാണ് അവർ ചെയ്യുന്നത്. ബ്രെഡൊക്കെ അവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. ബ്രെഡ് ടോസ്റ്റാണ് നമ്മൾ കഴിച്ചത്. പിന്നെ ഒരു ഷേക്ക് മോൻ കുടിച്ചു. അങ്ങനെ ഞാനൊരു ഫിൽറ്റർ കോഫി കുടിച്ചു. നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല റേറ്റായി കേട്ടോ. ആർട്ട് കഫേ അല്ലേ, നല്ല റേറ്റായി. അവിടുന്ന് നമ്മൾ നേരെ സിനഗോഗിലേക്ക് പോയി. സിനഗോഗിൽ ആദ്യം തന്നെ ചെന്നത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നമ്മൾ മേടിച്ചിരുന്ന പെർഫ്യൂം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. ആ പെർഫ്യൂം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി. നല്ലൊരു ഷോപ്പാണ്. സിനഗോഗിലേക്ക് നമ്മൾ ഉള്ളിലേക്ക് കയറില്ലേ, ആ ജ്യൂസ് സ്ട്രീറ്റിനകത്താണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ ഷോപ്പ് കേട്ടോ. നമുക്ക് നല്ല സ്മെല്ലുള്ള പെർഫ്യൂംസൊക്കെ എല്ലാത്തിനും 500 രൂപ. ചെറിയ ബോട്ടിലിന് 500 രൂപയാണ് റേറ്റ്. നല്ലതാണ്. അപ്പോൾ പിന്നെ കുറേ അഗർബത്തിയൊക്കെ അവിടെ സെയിലുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇതൊരു എന്താ പറയുക, ആൻറ്റി ഇത് കുറേ ഇത് കണ്ടോ, ഇത് തുട്ടുകളാണ്. 25 കിലോയോളം ഉണ്ടെന്നാണ് പറഞ്ഞ തുട്ടുകൾ. അങ്ങനെ കുറേ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന കോയിൻസും ഒക്കെ കണ്ടു. അവിടുന്ന് നേരെ സിനഗോഗ് ചർച്ചിലേക്കാണ് പോയത്. ചർച്ചിൻ്റെ വീഡിയോ ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ ഒരുപാട് കണ്ട് ജ്യൂസ് സ്ട്രീറ്റിലൂടെ നടന്ന് ചർച്ച് ഉള്ളിൽ കയറിയില്ല. ഉള്ളിൽ കയറി ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് ഉള്ളിൽ കയറിയില്ല. അവിടം വരെ പോയി കണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെയൊക്കെ പോയതായിരുന്നു. അങ്ങനെ അതിലൂടെ എല്ലാം കറങ്ങി നടന്നു. പിന്നെ അവിടെ നിന്നൊരു ഡച്ച് പാലസിലും പോയി. ഡച്ച് പാലസിലും കാണാൻ പോയി. എന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് തിരിച്ചു പോന്നു കേട്ടോ. വൈകുന്നേരം വരെ ഉണ്ടായിരുന്ന കുറേ സ്ഥലങ്ങളും കൂടെ നമുക്ക് കാണാനുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലും വാസ്കോഡിഗാമയുടെ ചർച്ചിലും ഒക്കെ പോയിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ഡച്ച് പാലസും കൂടെ കവർ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോരുക ചെയ്തത്. സൂപ്പർ എക്സ്പീരിയൻസ് ആണ് ശരിക്കും. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ. ഷെയർ ചെയ്താൽ മാത്രം പോരാ കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം.